ഹായ്, വെൽക്കം ടു ട്രാവൽ വോയിസ് വിത്ത് അരുൺ ലതീഷ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രാവൽ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു എയർപോർട്ട് യാത്രയാണ്. സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമായ ഒരു കാര്യമാണ്. കാരണം ഇന്നെൻ്റെ വൈഫും മോനൊക്കെ എത്തുവാണ് നാട്ടിൽ നിന്ന്. ശരിക്കും ഉറക്കത്തിന് നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. കാരണം ശരിക്കും അവർ ട്രിവാൻഡ്രത്ത് 12 മണിക്ക് ഇന്ന് ദിവസം എന്ന് പറയുമ്പോൾ 12-ാം തീയതിയാണ്. 12-ാം തീയതി ആണ് ഇന്ന്, വ്യാഴാഴ്ച ദിവസം. ഇപ്പോൾ ടൈം ഇപ്പോൾ 9 മണിയായി. നാട്ടിലിപ്പോൾ നമ്മളെ ഇന്ത്യൻ ടൈം 6:20 ആയിക്കാണ്. 6:20 കഴിഞ്ഞ് കാണും. അത് 2.5 മണിക്കൂർ ബാക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ന് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ട്രാവൽ ബ്ലോഗാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വെയിറ്റ്. ഇനി ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു എന്താ പറയുക, ഞാൻ 35-ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നിപ്പോൾ 7-ാമത്തെ നിലയിലെത്തി. ഇവിടെ നേരെ ഇനിയൊരു 7 നില താഴോട്ടുണ്ട്. അവിടെ ഇറങ്ങിയാലാണ് നമ്മൾ റോഡ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ബാക്കിൽ നോക്കി അറിയാൻ പറ്റും. അവിടെ ട്വിൻ ടവറൊക്കെ ഉണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കിലുണ്ട്. ഇവിടെ നിന്ന് 7 നില താഴോട്ട് ഇറങ്ങാം. അപ്പോൾ ഇന്ന് എന്താ പറയുക, നല്ല ക്ഷീണമുണ്ട്. കാരണം അവർ ശരിക്കും 12 മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡിലേ ആയി. പിന്നെ അവസാനം 3:55-നാണ് കയറിയത്. അപ്പോൾ എനിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ടെൻഷനായി. അപ്പോൾ അതിൻ്റെ ക്ഷീണം മുഖത്ത് നന്നായിട്ട് കാണും. അപ്പോൾ ഒരു ചായ കുടിച്ചാലാണ് ഒരു എനർജി കിട്ടുക. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഞാൻ താമസിക്കാൻ പോകുന്ന നൈറ്റ് ടവറിലേക്കാണ്. ഇവിടുന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. നൈറ്റ് ടവറിലേക്കാണ് പോകുന്നത്. അവിടെ പോയി ബുക്ക് ചെയ്ത റൂം എൻ്റെ കാര്യം സംസാരിച്ച് കീയൊക്കെ മേടിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് ദേവൻ വരും. എൻ്റെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്, മലേഷ്യക്കാരനാണ്. പുള്ളിയാണ് വരുന്നത് ഇന്ന്. ശരിക്കും വൈഫിനെയും മോനെയും പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കൂടെ ഇവിടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ തന്നെ പോയി ഇതെല്ലാം വാങ്ങി വെയിറ്റ് ചെയ്യട്ടെ. പുള്ളി ഇപ്പോൾ എത്താറായി. ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞ വഴിയെ കാണാം. ഓക്കെ, താങ്ക് യു. ഇതാണ് നൈറ്റ് ടവർ. ഏറ്റവും സൈഡാണ്. ടൂല് അവിടെ ഉണ്ട്. രാവിലെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ ഐറ്റംസ്, അതേപോലെ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അമ്പലമുണ്ട്, ദേവി ക്ഷേത്രമാണ്. പിന്നെ ശിവനും ഹനുമാൻ എല്ലാവരും ഉണ്ട്. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നൈറ്റ് ടവർ. തൊട്ടടുത്ത്, വളരെ അടുത്താണ്. അങ്ങനെ രാവിലെ അമ്പലത്തിലേക്ക് കയറി മനസ്സിലൊരു ശാന്തതയായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. റൂം എടുക്കാം. റൂമിൻ്റെ ഇത് നമുക്ക് കേൾക്കാം.
പിന്നെ 8ാമത്തെ നിലയിൽ പോകണം. വൈഫിനെ വിളിക്കാൻ പോയിട്ടില്ല. ഫസ്റ്റ് ഇത് കീ വാങ്ങി വെച്ചാൽ വരുമ്പോൾ എളുപ്പമുണ്ടല്ലോ. പിന്നെ 8th ഫ്ലോറിലാണ് ഓഫീസ്. ദേവൻ എത്തിയിട്ടില്ല. ദേവൻ എത്തിയ ഉടനെ അങ്ങോട്ട് തിരിക്കും. ഇവിടെ എത്തിയ ഉടനെ വിളിക്കും. കീ മേടിക്കും. ഇത് 8ാമത്തെ നില കേട്ടോ. ദേവൻ എത്തിയിരിക്കുകയാണ്. എന്നാ ബ്രോ അവരെ അതന്നെ ബ്രോ. അത് അത് എയർ ഇതല്ലേ? ഓക്കെ. KL ടവർ. അത് ബ്രോ Munera 118. ടോളസ്റ്റ് തന്നെ ബ്രോ. മലേഷ്യയിലെ ടോളസ്റ്റ്. വേൾഡ് സെക്കൻഡ് வந்துட்டு மோஸ்ட்லி வந்து இந்த ஃபாரினர்ஸ் இருக்குல, வெள்ளக்காரங்க, அவங்க ஸ்டே பண்ணுவாங்க மோஸ்ட்லி. திஸ் ஏரியா ஆல் லைக் திஸ். ஓல்ட் பில்டிங் மாதிரி இல்ல எல்லாமே. இது ஓல்ட் பில்டிங் தான் எல்லாமே இல்ல? இட்ஸ் ஆல் ஓல்ட் பில்டிங். Still the maintain. Munera 118. 118. Old 118. 118. TRS. ராயல் ஹோட்டல் மேலே பாருங்க. இது வந்து டைம் ஸ்கொயர். ஓகே. இங்கே தான் வந்து இறங்கி ஃபர்ஸ்ட் டைம் ஸ்கொயர்ல வந்துட்டு இந்த ஒரு தமிழ் படம் வந்துட்டு விஜய் படம் சம்திங் நினைக்கிறேன். மேலுக்கு ஒரு சீன் நடக்கும். அப்படியா? எலிபேட் இருக்கு. எலிபேட்ல ஒரு சீன் நடக்கும். அப்படியா? லாலா போட்ட டிஸ்ட்ரி வந்து எப்படின்னா, மலேசியால ஜெயில். ஆமா கேல் ஜெயில் இருக்குல்ல, அந்த ஜெயில வந்து இது பண்ணி தான் லாலா போட்டு கட்டியிருக்காங்க. இது ஆனா ஜெயில் வந்து ஒரு இஸ்திரி ஜெயில். ஓகே. மலேசியா பெரிய இஸ்திரி ஜெயில் வந்து அது பொளிச்சிட்டு வேற கட்டிட்டு லாலா போர்ட். அதுதான் லாலா போர்ட். இதுக்கு உள்ள எல்லாமே இருக்குல்ல, ஷாப்பிங் மால் எல்லாமே. ஓகே. டைம் ஸ்கொயரோட ஷாப்பிங் மால் தான். அப்படி. ஓகே. TRXும் ஷாப்பிங் மால் தான். TRS இல்ல, அது ஷாப்பிங் மால் தான். TRX வந்து பில்டிங். அதுல ஜாயின் பண்ணி இது இருக்கு. மலேசியாவோட ஆப்பிள் ஸ்டோர் இருக்குல்ல, ஃபர்ஸ்ட் ஆப்பிள் ஸ்டோர் அங்க தான் தோணுது. இங்க TRS இல்ல? TRX ல தான். ஓகே. இங்க வேற செகண்ட் ஒன்னு தோணுது இல்ல? ஹையஸ்ட் பிக்கெஸ்ட் ஒன் இப்போ லாஸ்ட் ஓபன் ஆப்பிள் ஒன்னு தான். அது ஃபர்ஸ்ட் தான். சரி. நமக்கு மிஷின் ஒரு ஆத்தரைஸ் டீலர் இருக்கு. சரி. ஆனா ஆப்பிளோட ஸ்டோர் தோந்தது விட தான். சரி. இது பெரிய பில்டிங் தானே? ஸ்மாலா. இந்த இப்போ ஒரு 40 minutes
ரோடு வந்து ரொம்ப கன்ஃபியூஸ் ஆயிருக்கு. 40 minutes இருக்கும். அரௌண்ட் 40 minutes. டிராஃபிக் ஜாம் இல்லை. டிராஃபிக் டைம் இல்லைன்னா ஒரு 30 minutes 35 minutes. அப்படியே ஜாம் இருந்துச்சுன்னா 1 hour ப்ளஸ் பிடிக்கும். 1 hour பிடிக்கும். 1 hour பிடிக்கும். இந்த டைம் ப்ராப்ளம் இல்லைன்னு நினைக்குது இல்லை. மார்னிங் அந்த டைம் எல்லாம் புறத்துலேருந்து விட சிட்டிக்கு ஒர்க்குக்கு வரும். அப்போ வந்துட்டு ஜாம் இருக்காது. மேபி இந்த எல்லாருமே இங்கே தான் எல்லாம் புறத்துலேருந்து சிட்டிக்கு என்டாரு. அப்போ வந்துட்டு ஜாம் வந்து நம்ம புறத்த போகிறோம். அப்போ வந்து லெஸ்ஸாக இருக்கும் ஜாம். எவ்வளோ தூரம் இருக்கு ப்ரோ? என்ன ஒரு 80 minutes பிடிக்கும் நினைக்கிறேன். 80 minutes வந்து ஒரு 8 kilometers. 1 லிட்டருக்கு 8 கிலோமீட்டர். 8 kilometers. இப்போ எவ்வளோ இருக்கு பெட்ரோல் இங்கே ரேட்டு? பெட்ரோல் ரேட் வந்து 2 ringgit 5 cent. 2 ringgit 5 cent. சரி 2 ringgit பெட்ரோல். அது வந்துட்டு சப்சிடி கண்ட்ரோல்ல இருக்கு. சப்சிடி இருக்கு. சப்சிடி கண்ட்ரோல். ஓகே. ஆனா அப்படி அது சப்சிடி ரிமூவ் பண்ணா 3 ringgit பிளஸ் வரும். இப்போ மலேசியா கவர்மெண்ட்டுக்கு நம்மளுக்கு கொடுக்கறது வந்து சப்சிடி. சரி. டச் அண்ட் கோ லூரோ. இது டச் அண்ட் கோ டோல். உடனே வந்து கேஷ்லெஸ். உடனே வந்து மலேசியால எல்லாம் ஸ்டாப் பண்ணி கேஷ்லெஸ். ஃபுல்லா வந்து இதுதான் டச் அண்ட் கோ. அதிலே காமிக்குதுல. இவரோட பேலன்ஸ் தீர்ந்துட்டா. இப்போ என்ன பண்ண? ரீசார்ஜ் பண்ணுமா? அவருக்கு ரீசார்ஜ் பண்ணோம். ரீசார்ஜ் ஆகுது. பாக்கி குரான்னு கட்டுதுல. ஓகே, ഇവിടെ போயதுன்னா புத்ராஜயா சைபஜயா. இப்போ புத்ராஜயா போயினா இந்த 2 வே இருக்குல்ல. இது புத்ராஜயா சைபஜயா. இது கேலாய் நம்ம கேலாய் போறோம். புத்ராஜயா இது ஓகே. புத்ராஜயா வந்து நம்மளோட கவர்மெண்ட் ஆபீஸ். ஓகே. பிரைம் மினிஸ்டர் ஆபீஸ் அதெல்லாம் கவர்மெண்ட் ஆபீஸ்ல வந்து எல்லாமே ஓட. கவர்மெண்ட் ஆபீஸ் எல்லாம் புத்ராஜயா மோஸ்ட்லி ஓட இருக்கு. ஓகே. இங்க போய் பார்க்கல. ഇവിടെ பார்க்கிறது கொஞ்சம் டிஃபிகல்ட். புத்ராஜயா அப்படி போறோம். நம்ம அப்படி போறோம். நம்ம அந்த சைடு. புத்ராஜயா அந்த சைடு. புத்ராஜயா ஒரு நல்ல தலம் தான். நீ வந்துட்டு சுத்தி பார்க்கலாம். ஓகே. அது டாக்ஸி எடுத்து வேணுங்களும் போகல. അവിടെ ടാക്സി എടുത്ത് പോകാം. എല്ലായിടത്തും ഉണ്ട്. ഇത് എല്ലായിടത്തും കേരള എക്സ്പ്രസ് ഉണ്ട്. ബസ്സും ഉണ്ട്. சென்டர் இருந்து போனோமா? பஸ் வந்துட்டு கேல் சென்டர்ல இருந்து வந்து கேலாய டிரான்சிட் இருக்கு. கேலாய டிரான்சிட் வந்து புத்ராஜால ஸ்டாப் பண்ணோம். ஜோஹூர் ஜோஹூரா? ஜோஹூர் வந்து ஜோஹூர் சிங்கப்பூர் பக்கத்துல இருக்கு. ஆமா. ஜேபி கடைசி எண்டு. அதாவது கடைசி எண்டு. ஆமா. நிறைய ஆட்கள் சிங்கப்பூர் வேலை பார்க்கறனால அங்கதான் ஸ்டே பண்றது. அவ்வளவுதான் தெரியுது. இல்லைன்னா தமிழ்நாடு ஓடலாம். டெர்மினல் 2. இது தமிழ்நாடு 2 போகிறோம். ஓகே. അങ്ങനെ കേരള ടെർമിനൽ 2 എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അല്ലേ നമ്മളെ? വേറെ ഒരു രണ്ടെണ്ണമുണ്ട്. തമിഴ്നാട് നമ്മൾ ടെർമിനൽ 2ലേക്ക് പോകാനുള്ള പാർക്കിങ്ങിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അതൊരു മോളിൻ്റെ അകത്തുള്ളതാണ്. ഇത് വന്ന് ടെർമിനൽ 2 അല്ലേ? ടെർമിനൽ 2 ഇപ്പോൾ പാർക്കിങ് ഇപ്പോൾ എത്ര ഫ്ലോറിലാണ്? ലെവൽ 5 അല്ലേ?
11:05 പാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നൊരു എക്സിറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി. എയർപോർട്ടിനുള്ളിൽ ഡയറക്റ്റ് പോകാൻ പറ്റും ബ്രോ? ഓക്കെ ഓക്കെ. Level 2 അറൈവൽ എയർപോർട്ട് റെയിൽ. ഓ അവിടെ നിന്ന് മെട്രോ ആ ഇത് ലെവൽ 2 തന്നെ. പ്ലേറ്റ് വന്ന് ട്രിവാൻഡ്രം 608 ഫസ്റ്റ് വൺ. ടൈം 7 മണിക്കോ? 10:40 45 അല്ലേ? 10:45 വന്നല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. ലാൻഡഡ് ആയ? അതെ അതെ. ഓക്കെ ഓക്കെ. ഡിലേ 10:45. ഓക്കെ ഓക്കെ. അപ്പോൾ ടൈം കറക്റ്റ് ഓൾറെഡി ലാൻഡ് ആയിട്ടുണ്ട്. എവിടെ? അറൈവൽ ഹോൾ ഇവിടെ അല്ലേ? ഇവിടുത്തെ വെയിറ്റ് பண்ணணும் അല്ലേ? അത് ഡൊമസ്റ്റിക്. ഓ അവിടെ ഡൊമസ്റ്റിക്, ഇന്റർനാഷണൽ. ഓക്കെ ഓക്കെ. ഹോട്ടലിംഗ് അവർ സിം എടുത്ത് നല്ല 40 GB 49 GB 29 ringgit 49 ringgit 40 GB and 45 ringgit unlimited 100 GB. It's good. Unlimited internet means apa? 100 GB ka? Yes, FUP, FUP means? Fair Usage Policy. Apa maksud dia? Fair use Dia policy. bagi you unlimited. Fair use But policy. the usage maximum can go up to 100 gigabytes only. Okay. You cannot like unlimited, really unlimited. You use 200 GB, 2000 GB, no. Better you take 45. ஏன்னா சன்னே எதனா நீ பார்க்கறது வீடியோ பார்க்கறது. ஆமா. டிவி எதனா கனெக்ட் பண்ண நல்லா இருக்கும். சரி. ஹாட்ஸ்பாட் டே வந்து Hotspot included. இவ்வளவுதா? 45. அப்ப டிவி ஹாட்ஸ்பாட் கனெக்ட் பண்றது. இது என்னது? This one 66 ringgit. എവിടെ? ഹായ്. എവിടെ? ഇതൊക്കെ ആരെ കൂട്ടാ? ഇതൊക്കെ ആരാ? അതെന്താണ്? ബാറ്റ്മാനാ? അപ്പൊ അവിടെ നോക്കിട്ടാ അവിടെ. ബാറ്റ്മാൻ ഇതാരാ? ബാ പോവാം. പേര് അതായിരുന്നു. പുതിയ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട് എന്തുണ്ട്? വിശക്കണ? ആദ്യം വയറ് നിറച്ച് കഴിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നേടാ യാത്ര? ആ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അക്കൂട്ടിന്റെ ഫസ്റ്റ് യാത്രയല്ലേ? വിൻഡോ സൈഡ് കിട്ടിയ അക്കൂട്ടിന്? ഏടാ വിൻഡോ സൈഡ് കിട്ടിയ?
താങ്ക് യു ബ്രോ, താങ്ക് യു. അങ്ങനെ ഫാമിലി എത്തിയിരിക്കുകയാണ്. ആ ആ என்ன ப்ரோ? ஆ நெக்ஸ்ட் டைம் வரும்போது പ്രൊമോട്ട് പണ്ടത് ഒരു ചീപ്പായതുകൊണ്ട് കാണും. ഇപ്പോൾ ഉണ്ടല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഹബ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ഇമിഗ്രേഷനിലായിരുന്നു പേടി, പക്ഷേ എല്ലാം ഓക്കെ. ആ ശരി ശരി. ടവർ KLCC ദൂരില്ലേ? ടവർ സിറ്റിയോട്ട് എൻ്റർ ചെയ്യും.